വെൽക്കം ടു ഏഞ്ചൽസ് വേൾഡ്. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങ വെച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാനാണ്. അപ്പോൾ നമുക്ക് അതിന് പോവാം. വഴുതനങ്ങ കറി ഉണ്ടാക്കാനായിട്ട് വഴുതനങ്ങ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുപ്പത്ത് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ വിത്തിൻ്റെ അതിലേക്ക് ഞാൻ ഇതിൽ ഇടണം. നേരിയതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടണം. കുറച്ച് ഉപ്പിടാം. നമ്മൾ വഴുതനങ്ങ വെച്ചത് നേരിയതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ അടുപ്പത്ത് ഒരു ചീഞ്ചട്ടി വയ്ക്കാം. അതിൽ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ വീഴ്ത്താം. അതിൽ കടുകിടാം. പിന്നെ സവാള അരിഞ്ഞത്, ഒരു മീഡിയം സവാള, ഒരു 10 പോയിട്ട് ചുവന്നുള്ളി, പിന്നെ 1/2 സ്പൂൺ ചെറിയ ജീരകം, 1/2 സ്പൂൺ പെരിഞ്ജീരകം, വേപ്പില, ഒരു 4 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, നാല് വറ്റൽമുളക്. ഇതെല്ലാം കൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. അതിൻ്റെ ഒപ്പം കടുകും പൊട്ടണം. നമ്മൾ വെച്ച കൂട്ട് നേരിയതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അതിലേക്ക് പിന്നെ മസാല ഇടണം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി. നമ്മൾ ഫ്രൈ ആക്കി വെച്ച വഴുതനങ്ങ ഇതിലിടാം. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ ഒരു അരമുറി നാളികേരത്തിൻ്റെ പകുതി നാളികേരം മിക്സിയിലടിച്ച് പാലെടുത്തിട്ടുണ്ട്, അത് വീത്താം. പിന്നെ നെല്ലിക്ക അളവിൽ കോൽപ്പുളി എടുത്തിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ടുണ്ട്, അത് വീത്താം. കുറച്ച് ഉപ്പിടാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ വഴുതനങ്ങയുടെ കറി നന്നായിട്ട് തിളച്ചു. പിന്നെ കപ്പലണ്ടി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്, അതൊരു 3 സ്പൂൺ ഇടാം. നന്നായി മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ടുള്ള കറി റെഡിയായി. ഇത് പൂരിക്കും ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് ചോറിനും എല്ലാത്തിനും കോമ്പിനേഷനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.